പ്രിയമുള്ളവരെ, വചനജ്വാല 1075 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 10 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 8-ാം അധ്യായം 17 മുതൽ 32 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിന്റെ പുത്രൻ യോഹന്നാന്റെ മകനായ എവുപ്പൊളോമുസിനെയും എലയാസറിന്റെ മകൻ ജാസനെയും തെരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണമായും അടിമത്തത്തിൽ ആഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്ത് റോമായിലെത്തി. ആലോചനാ സംഘത്തിന്റെ മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു: മക്കേബൂയുസ് എന്ന് വിളിക്കപ്പെടുന്ന യൂദാസും അവന്റെ സഹോദരന്മാരും യഹൂദ ജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. സമാധാനത്തിന്റെയും സഖ്യത്തിന്റെയും സ്മാരകമായി ജെറൂസലേമിൽ സ്ഥാപിക്കാൻ ഓട്ടുതകിടുകളിൽ എഴുതിയ മറുപടി കത്തിന്റെ പകർപ്പാണിത്. റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം വഹിക്കട്ടെ. വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരുകക്ഷികളും തീരുമാനിപ്പിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏതു മാറ്റവും സാധുവായിരിക്കും. ദെമേത്രിയോസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്: ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത്? നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 1257 മാർപ്പാപ്പയെ ദിവ്യബലിയിൽ ശുശ്രൂഷിച്ച ഡീക്കൻ ലോറൻസ് ആർച്ച് ഡീക്കൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വലേറിയൻ ചക്രവർത്തിയുടെ വിളംബരം മൂലം കൊല്ലാനായി മാർപ്പാപ്പയെ കൊണ്ടുപോകുമ്പോൾ പിന്നാലെ ചെന്ന ലോറൻസിനോട് 3 ദിവസത്തിനകം
നിന്നെയും ഇവർ കൊണ്ടുവരും. നിന്റെ കൈവശമുള്ള തിരുസഭയുടെ സ്വത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കും ഭാഗിച്ച് കൊടുക്കുക. അതനുസരിച്ച് എല്ലാം അവർക്ക് ഭാഗിച്ചു കൊടുത്തു. പിന്നീട് ലോറൻസിന്റെ വസ്ത്രം അഴിച്ച് ഇരുമ്പു പലകയിൽ കിടത്തി താഴെ തീയിട്ടു. ദൈവസ്നേഹം അഗ്നിയെ ആവാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ലോറൻസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിശുദ്ധ ലോറൻസിനെ അനുസ്മരിച്ച് ലോറൻസിന്റെ മധ്യസ്ഥം യാചിച്ച് ഈ ഒരു നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു.